ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ജീവോദയ സ്പെഷ്യൽ സ്കൂളിലെയും പടന്നക്കാട് സ്നേഹസദനത്തിലെയും കുട്ടികൾക്കും അന്തേവാസികൾക്കും ആവശ്യമായ സ്റ്റീൽ പാത്രങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമലിന്റെ അധ്യക്ഷതയിൽ വാർഡ് കൌൺസിലർ ലിസി ഉദ്ഘാടനം നിർവഹിച്ചു. അതായത് ഈ വിധത്തിലുള്ള ഒരു ജീവകാരുണ്യ ഫണ്ട് എന്ന് പറയുന്നത് എല്ലാ ബാങ്കുകൾക്കും ഇങ്ങനെ ഉള്ള കാര്യങ്ങളുള്ളതാണ്. പക്ഷേ അത് ഏതറ്റം വരെ എവിടെയൊക്കെ എത്തുന്നുണ്ട്, സമൂഹത്തിൽ ആൾക്കാരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചില സമയത്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ഇന്നിവിടെ പരിപാടി ഏൽപ്പിച്ച് നേരത്തെ തന്നെ പ്രവീണത അറിയിക്കുകയും ചെയ്തു. പിന്നെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ 10-12 വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ്. SD സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. ഇതിൻ്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് 20% അതിൻ്റെ ഫണ്ടിങ് നൽകുന്നത് സർക്കാരാണ്. സർക്കാരിൻ്റെ CWC ആയിട്ട് ബന്ധപ്പെട്ട് വനിതാ ശിശു വികസന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ മുഴുവൻ പേപ്പേഴ്സും അതിൻ്റെ രജിസ്ട്രേഷനും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പോകുന്നതാണ്. ബാങ്ക് ഡയറക്ടർമാരായ NK രത്നാകരൻ, T കുഞ്ഞികൃഷ്ണൻ, അബ്ദുൾ ഗഫൂർ, അബ്ദുൾ കരീം, സരോജ P, സെക്രട്ടറി അനിത K, ഗീത VV, സ്റ്റാഫ് കൌൺസിൽ പ്രസിഡന്റ് പാടിയിൽ ബാബു, വിക്രമൻ നായർ, ശാലിനി V, മദർ സുപ്പീരിയർ സിസ്റ്റർ JC, സിസ്റ്റർമാരായ നോബിൾ, സിസ്റ്റർ ക്രിസ്ത്യൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.